സാധാരണ ആളുകളിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിയാണ് മമതാ ബാനർജി. അത് പല കാര്യങ്ങളിലും സമര തന്ത്രങ്ങളിലും വേദികളിലുമെല്ലാം തന്നെ ഇത് കാണാറുമുണ്ട്. അത് ഈ ഒരു കേസിലും ആവർത്തിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ബംഗാളിലെ SIR നടപടികൾക്കെതിരെ സർക്കാർ സമർപ്പിച്ച ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. ഇത് പരിഗണിക്കുമ്പോൾ വ്യക്തിപരമായി തന്നെ ഹാജരാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മമതാ ബാനർജി കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മമതാ ബാനർജി കൊൽക്കത്ത സർവകലാശാലയിൽ നിന്നും LLB ബിരുദം നേടിയിട്ടുണ്ട്. നേരത്തെ പല കോടതികളിലും മമതാ ബാനർജി ഹാജരായിട്ടുമുണ്ട്. 2003 മമത അവസാനമായി കോട്ടിട്ട് കോടതിയിൽ ഹാജരായത്. തുടർന്ന് അങ്ങോട്ട് രാഷ്ട്രീയത്തിൽ സജീവമാവുകയും പിന്നീട് മുഖ്യമന്ത്രിയാവുകയുമായിരുന്നു. എന്തായാലും ഈ കേസ് മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളവും തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ്. SIR നടപടികളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അംഗങ്ങളെ തെരഞ്ഞുപിടിച്ച് ഒഴിവാക്കിയെന്നും 100 പേർ ഒഴിവാക്കിയെങ്കിൽ അതിൽ 99 പേരും തൃണമൂൽ കോൺഗ്രസിന്റെ അംഗങ്ങളാണ് എന്നുമുള്ള ആരോപണമാണ് മമത ഉന്നയിക്കുന്നത്. സാധാരണക്കാരായ ആളുകളെ അവരെ തഴഞ്ഞുകൊണ്ട് BJPക്ക് വിജയിക്കാനുള്ള അവസരമുണ്ടാക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ആരോപണം ഉന്നയിച്ച് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നെങ്കിലും ആ കൂടിക്കാഴ്ച ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോരുകയായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കോടതിയിൽ നേരിട്ട് ഹാജരായി ഈ വിഷയം ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ അഭിഭാഷകയും ഒപ്പം ചെകുത്താന്റെ അഭിഭാഷകയും തമ്മിലുള്ള പോരാട്ടം എന്ന ഡിജിറ്റൽ പോസ്റ്ററും ഇതിനു മുമ്പായി തൃണമൂൽ കോൺഗ്രസ് പശ്ചിമ ബംഗാളിൽ പുറത്തിറക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ജനങ്ങൾക്ക് വേണ്ടി കോടതിയിൽ അടക്കം നേരിട്ട് ഹാജരായി പോരാട്ടം നയിച്ച മുഖ്യമന്ത്രി എന്നുള്ള ഒരു പ്രതിച്ഛായ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ നേരിട്ട് വാദമുഖങ്ങൾ ഉന്നയിക്കാനുള്ള ഒരു അവസരവും ഇതിലൂടെ മമതാ ബാനർജിക്ക് ലഭിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മറ്റ് ഇംപീച്ച്മെന്റ് നടപടികൾ അടക്കമുള്ള പോരാട്ടങ്ങൾക്കും തൃണമൂൽ കോൺഗ്രസ് ഒരുങ്ങുന്നുണ്ട്. അതിനുള്ള ചർച്ചകളും പാർലമെന്റുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുകയാണ്. SKN.